ഇപ്പോൾ കൊണ്ടുവരണം വരട്ടവരാണ്. അനുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൽ ഒന്ന് ഞാനിപ്പം പറയാം. മോൾ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനിയത്തിൻ്റെ കല്യാണത്തിന് ഞാനും മോളും കൂടി പോയിട്ടുണ്ടായിരുന്നു. അന്ന് മോള് ചോളിയൊക്കെ ഇട്ട് വലിയ കുട്ടിയായിട്ടായിരുന്നു പോയത്. അവിടെ എത്തിയപ്പോൾ ഒരു പ്രപ്പോസൽ വന്ന്, സൂര്യനെ പോലത്തെ ഒരു ചെക്കൻ, നിങ്ങളെ മോളെ മോന് കെട്ടിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് ഒരാൾ വന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, മോള് വളരെ ചെറിയ കുട്ടിയാണ്, 8ാം ക്ലാസ് പഠിക്കുകയാണ്, മോള് പഠിപ്പ് കഴിഞ്ഞതിന് ശേഷമേ കല്യാണമൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഓരെ കണ്ടില്ല. ഇപ്പുറത്ത് നോക്കിയപ്പോൾ അനുമോളുണ്ട് ഇരുന്ന് കരയാണ്. അന്ന് എൻ്റെ മോളോട് ചോദിക്കാൻ പറ്റാത്തൊരു കാര്യം ഞാനിപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, മോൾ എന്തിനാന്ന് കരഞ്ഞത്? അത് മോള് പറയുമോ? ഇപ്പോൾ എന്തെല്ലാം രഹസ്യങ്ങളാണ് ഉമ്മ പുറത്തേക്ക് വിടുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു സന്തോഷമുള്ളത്, ഉമ്മക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ ഭയങ്കര നാണാണ്. ഇത് എങ്ങനെ എടുത്തു എന്നാണ് എനിക്ക് അത്ഭുതം. ഈ മോളുടെ ഉമ്മയല്ലേ, അതുകൊണ്ടായിരിക്കും തിരിച്ചു പറഞ്ഞതായിരിക്കും. അത് ഞാൻ 8th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഞാൻ അപ്പോഴാണ് കേൾക്കണത് ഈ വെഡ്ഡിങ് ചോളി എന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചത് വലിയ എന്തോ സംഭവമാണെന്ന്. അപ്പം ഞാൻ ഉമ്മൻ്റെ അടുത്ത് പറഞ്ഞു, ഉമ്മ അടുത്ത വീട്ടിലെ ഇത്താൻ്റെ കല്യാണമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇത്താൻ്റെ കല്യാണത്തിന് എനിക്ക് എന്തായാലും വെഡ്ഡിങ് ചോളി വേണം. അങ്ങനെ വെഡ്ഡിങ് ചോളി വാങ്ങി തന്നു. ഇതൊക്കെ ഇട്ട് ഞാൻ വലിയ കട്ടപ്പുറത്തൊക്കെ കയറി നിന്നപ്പോൾ വലിയ പെണ്ണാന്ന് എല്ലാവരും വിചാരിച്ചത്. അപ്പോൾ ഞാൻ കല്യാണത്തിന് ഞങ്ങൾ തേടി പോവാന്ന് പറയും, ചെക്കൻ്റെ വീട്ടിലേക്ക് പോകണേന്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ചെക്കൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ രാവിലെ മുതലേ ഒരു പയ്യൻ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഫ്രണ്ട്സ് നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാ നോക്കണമെന്ന്. അപ്പോൾ ഈ കല്യാണ പെൺകുട്ടീൻ്റെ ചേച്ചിയുണ്ട്, എൻ്റെ മമ്മീൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ആ ഇത്ത എൻ്റെ അടുത്ത് പറഞ്ഞു, ആ പയ്യൻ നിന്നെ തന്നെ നോക്കണുണ്ടല്ലോ എന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കാണാൻ സൂര്യനെ പോലെ തന്നെ ഉണ്ട് അയാളെ കാണാൻ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ പയ്യൻ്റെ ഉമ്മ ഉപ്പ ഫ്രണ്ട്സ് എല്ലാവരും ഞങ്ങളടുത്ത് വന്നു. എന്നിട്ട് ഉമ്മാൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളെ മോളെ കല്യാണം കഴിച്ച് തരുമോ, എൻ്റെ മോനക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പം ഞാനിത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് 2 ലഡു പൊട്ടി. അയ്യോ കല്യാണോ, അപ്പോൾ കല്യാണം കഴിക്കാനുള്ള പ്രായമായി എനിക്ക് ഞാൻ തെറ്റിദ്ധരിച്ചു. അപ്പൊ ഉമ്മ പറഞ്ഞു, ഇല്ല അവള് ചെറിയ കുട്ടിയാണ്, ഇതൊക്കെ ഇട്ടിട്ട് വലിയ പെണ്ണായിട്ട് തോന്നുന്നു. ആ അപ്പൊ 2 ചെറിയ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് കേട്ട ഉടനെ ഈ പയ്യൻ എന്നെ ഒന്നുകൂടെ നോക്കി. പിന്നെ തിരിഞ്ഞു നോക്കാണ്ട് പോയി. പിന്നെ വഴിയിൽ കണ്ടിട്ടില്ല. പിന്നെ അവനെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ഷോയിൽ വെച്ച് ഒരു പക്ഷേ അവൻ അയ്യോ വീണ്ടും അപ്രോച്ച് ചെയ്തേക്കാം വേണമെങ്കിൽ. അല്ല, അപ്പൊ ഞാനത് കരഞ്ഞതെന്താ വെച്ചാൽ ഞാൻ ഉമ്മൻ്റെ അടുത്ത് പറഞ്ഞു, ഉമ്മ പക്ഷെ ആ ചെക്കനെ കാണാൻ സൂര്യനെ പോലെ ഉണ്ടായിരുന്നു കരഞ്ഞത്. റോഷൻ നമ്മളെ പോലെ ആൾക്കാരെ ഒന്നും എൻസിബിക്ക് പിടിക്കില്ല. അതായത് സൂര്യ, രൺബീർ കപൂർ അങ്ങനെയൊക്കെയുള്ള പല പല വേറെ തരത്തിലുള്ള ആൾക്കാർ സൂപ്പർ സ്റ്റാറുകളെ മാത്രം. അതെന്താ രൺബീർ കപൂർ? അത് ഞാൻ പറയാതിലേക്ക് വരാം. ഞാൻ ചെറുപ്പം മുതലേ സിനിമ നല്ലോണം കാണുമായിരുന്നു. അപ്പോൾ ഉമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനൊരു ആക്ട്രസ് ആണെന്ന്. പക്ഷെ എനിക്ക് ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം എനിക്ക് ഭയങ്കര അപകർഷതാബോധമായിരുന്നു. ഞാനൊന്നും ഭംഗിയില്ല, എന്നൊക്കെ ആര് സിനിമയിലെടുക്കാനാ, അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ എന്നിട്ട് +2 കഴിഞ്ഞപ്പോൾ ഞാൻ സയൻസ് ഗ്രൂപ്പായിരുന്നു. ഞാൻ തന്നെ ഒറ്റയ്ക്ക് പോയി എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ പോയി ചേർന്ന് അവിടെ പഠിക്കാൻ തുടങ്ങി. ഒരു 2 മാസം അടി ഇടി, എപ്പോൾ നോക്കിയാലും കെമിസ്ട്രി സാറ്, ഫിസിക്സ് സാറ്, ബയോളജി സാറൊക്കെ എൻ്റെ അടുത്ത് ആദ്യം ചോദിക്കും. അതെനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. കരച്ചിലും അടിയും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ എൻട്രൻസ് നിർത്തി. അതിൻ്റെ മുന്നേ ഞാൻ റിയാലിറ്റി ഷോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിയാലിറ്റി ഷോയിലെ ഫോട്ടോ കണ്ടിട്ടാണ് ശരിക്കും മൂവിയിലേക്കൊക്കെ അവസരം വന്നത്. അപ്പോൾ ഈ അപകർഷതാബോധമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ റിയാലിറ്റി ഷോയിൽ ബന്ധപ്പെട്ടു? എനിക്ക് തോന്നി ഞാൻ എന്നെ കാണാൻ കൊള്ളൂല, ഞാൻ അങ്ങനെ അഭിനയിക്കാനാ. അപ്പൊ എനിക്ക് ഞാൻ റിയാലിറ്റി ഷോക്ക് എൻ്റെ ബ്രദറാ ശരിക്കും ഫോട്ടോ അയച്ചു കൊടുത്തത്. ഫോട്ടോ അയച്ചപ്പോൾ അവർ സെലക്ട് ചെയ്തു എന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് സമാധാനം. അപകർഷതാബോധം മാറിയത് എങ്ങനെയാണെന്ന് അറിയാം സാർ? ശരിക്കും 9th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ ലവ് ലെറ്റേഴ്സ് കിട്ടാൻ തുടങ്ങി. അപ്പൊ ലവ് ലെറ്റേഴ്സ് ഒക്കെ കിട്ടാൻ തുടങ്ങി, കുറെ പേര് ഇഷ്ടമാണെന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ അപ്പൊ കാണാൻ കുഴപ്പമില്ല. അല്ലല്ല, ശരിക്കും പറഞ്ഞാല് അങ്ങനെ വന്നപ്പോ ശരിക്കും ഞാൻ അപ്പൊ കുഴപ്പമില്ല, അങ്ങനെയാണ് റിയാലിറ്റി ഷോയിൽ പെടുന്നു. അപ്പൊ എനിക്കത് അറിയില്ല, ഇങ്ങനെ കുറെ മാസം നീണ്ടു നിൽക്കുന്ന. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാനായിരുന്നു അവിടെ പട്ടുപാവാടയും കുപ്പായൊക്കെ ഇട്ട് പോയ ഒരേ ഒരു കുട്ടി. ബാക്കി എല്ലാവരും ജീൻസും ടോപ്പും കുറെ മേക്കപ്പ് ഒക്കെ ചെയ്തപ്പോൾ എനിക്കിതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്.
എനിക്ക് ഐലൈനർ വരയ്ക്കാൻ പോലും അറിയില്ല. അപ്പോൾ ഉമ്മയാണോ സഹായിച്ചിരുന്നത്? ഇല്ല, മേക്കപ്പ് ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ല. ഒരു നീല കളർ പട്ടുപാവാടയും കുപ്പായം ആയിരുന്നു ഞാൻ ഇട്ടു. നമ്മൾ ഒരു 11 വർഷമായിട്ടുണ്ടാവും നമ്മൾ പരിചയപ്പെട്ടിട്ട്. ഇന്ദുലേഖ എന്ന് പറഞ്ഞ സീരിയലിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാൻ മാധവനായിട്ടും അൻസിബ ഇന്ദുലേഖയായിട്ടും അന്ന് തുടങ്ങിയ സൗഹൃദമാണ്. അൻസിബ അതിനുശേഷം ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിപ്പോയി. എന്നിട്ട് പലപ്പോഴും അൻസിബ എന്നെ ഇങ്ങോട്ട് വിളിക്കുകയും എനിക്ക് മെസ്സേജ് ചെയ്യുകയും സിനിമയുടെ വിശേഷങ്ങൾ പറയുകയൊക്കെ ചെയ്യാറുണ്ട്. ഒരുപക്ഷെ ഞാൻ ചിലപ്പോൾ അങ്ങോട്ടേക്ക് വിളിക്കാറോ സംസാരിക്കാറോ ഒന്നും ഉണ്ടാവില്ല. എന്നാലും ആ ബന്ധങ്ങൾ നന്നായിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട് അൻസിബ. എൻ്റേത് മാത്രമല്ല, പല പഴയ ബന്ധങ്ങളും കാത്തു സൂക്ഷിക്കാറുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് ഇത്രയ്ക്കും ഉയരങ്ങളിലേക്ക് എത്തിയിട്ടും ഇങ്ങനൊരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നത്? അതിൻ്റെ മാജിക് എന്താ? സീരിയൽ എങ്ങനെയാണ് വന്ന് പെട്ടത്? കൈരളി ചാനലിന് വേണ്ടിയായിരുന്നു ശരിക്കും അത് ചെയ്തത്, ഇന്ദുലേഖ. സോ ഞാനായിരുന്നു ഇന്ദുലേഖ കേട്ടോ. മാധവനായിട്ട് പ്രസാദേട്ടൻ. ഈ പ്രസാദേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ തെങ്ങും ചാരി നിന്നവൻ പെണ്ണുണ്ടോ എന്ന് പറയില്ലേ, അതുപോലെ സംഭവിച്ചതാണ്. അവിടെ വേറൊരാളായിരുന്നു മാധവനായിട്ട് അഭിനയിക്കാൻ വന്നത്. അപ്പോൾ പ്രസാദേട്ടൻ അതിന്റെ പൂജയ്ക്ക് വന്നിട്ട് ഒരു തെങ്ങും ചാരി ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ മറ്റേ മാധവനായിട്ട് അഭിനയിക്കാൻ വന്ന ആൾക്ക് എങ്ങനെ പറഞ്ഞിട്ടും ഡയലോഗ് ശരിയാവണില്ല. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, ഇയാൾ ഇങ്ങോട്ട് വരൂ, മാധവനായിട്ടൊന്ന് അഭിനയിച്ച് നോക്കൂ. അങ്ങനെയാണ് പ്രസാദേട്ടൻ മാധവനായത് അതിൽ. അപ്പോൾ കൈരളിക്ക് വേണ്ടി ചെയ്ത ഒരു സീരിയലായിരുന്നു അത്. അത് ഫിലിമിലായിരുന്നു ഷൂട്ട് ചെയ്തത്. അത് പക്ഷെ റിലീസ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു ഇത്രയായിട്ട്. അപ്പോൾ അതില് എത്ര ദിവസം അഭിനയിച്ചു അൻസിബ? അതില് ഞാൻ 7 ദിവസം 8 ദിവസം അഭിനയിച്ചു. 8 ദിവസം. അപ്പൊ അഭിനയത്തിന്റെ ബാലപാഠം അവിടെ നിന്ന് തുടങ്ങി അല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമായിരുന്നു ഒരു പക്ഷേ ആ സീരിയല്. കുറച്ചും കൂടി കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിന്റെ ഡയറക്ടർ മുഹമ്മദ് കുട്ടി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ അദ്ദേഹം ഇത് ചെയ്യുന്ന സമയത്ത് ആണ് മെഗാ സീരിയലിന്റെ ഒരു വരവും തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടെ എന്തുകൊണ്ടായിരുന്നു അതൊന്ന് ചാനലിൽ വരാതെ പോയതെന്ന്. പിന്നെ അപ്പോൾ ഇത് എത്രയോ കുറച്ച് എപ്പിസോഡുള്ള ഒരു ഇതായിട്ടായിരുന്നു എടുത്തത്. അതിതുവരെ വന്നിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഇനി അതൊക്കെ എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊരു ടെലികാസ്റ്റ് നടത്തി കളയാം. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ ഒരു ടോക്കായിരിക്കണം അത്. നമ്മൾ ആദ്യമായിട്ട് അഭിനയിച്ച കാര്യം പുറത്തു വന്നില്ലെങ്കിൽ നമ്മൾ സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം മുക്കിയതാണോ? ഞാൻ ഭയങ്കര അൻസിബയുടെ ഉപ്പയോ അല്ലെങ്കിൽ ഉമ്മയൊക്കെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഞാൻ അഭിനയിക്കണം എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് അതിന്റെ ഉള്ളിലുള്ള ഉടായ്പ പരിപാടികളൊന്നും അറിയില്ല. വേറെ സിനിമയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല. ഈ മേഖലയെ കുറിച്ച് വലിയ പരിചയമില്ല. ഒരുപാട് പരിചയം. പക്ഷെ അൻസിബ ഇപ്പൊ സിനിമയിലൊക്കെ ഇങ്ങനെ പയ്യെ പയ്യെ ഉയർന്നു വരുമ്പോൾ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നില്ലേ? പിന്നല്ലാതെ പ്രശസ്തി തേടി മകളെ എത്തുമ്പോൾ അതിന്റെ പിന്നിലും മുമ്പിലും ഒക്കെ ഉള്ള ചേരുവകളെ കുറിച്ചൊക്കെ അവർക്ക് നല്ല ബോധ്യമില്ലേ? തീർച്ചയായിട്ടും. അവർക്ക് സന്തോഷമാണോ, ഒരു ചെറിയൊരു അമ്പരപ്പുണ്ടോ, പേടിയുണ്ടോ, എന്താണ് അവരുടെ വികാരം? അല്ല, എനിക്ക് എൻ്റെ ഉമ്മ എപ്പോഴും എൻ്റെ ഉമ്മേൻ്റെ വേറൊരു കാര്യം പറഞ്ഞത്, എൻ്റെ അനിയത്തി നന്നായിട്ട് പഠിക്കും. അപ്പം അവൾക്ക് എല്ലാ സബ്ജക്റ്റിനും 98, 99 ഇങ്ങനെയാണ് മാർക്ക്. ചേച്ചിയെ പോലെയല്ല? അല്ല, എന്നെ പോലെയല്ല. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഇവളെ സ്കൂളിൽ പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യേണ്ട പാരൻസ് മീറ്റിംഗ് ഉണ്ട്. അപ്പം മമ്മി അവിടെ നിന്ന് പറയാണ്, ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്താത്ത ഉമ്മ എന്നെ എല്ലാവരും മുന്നൊന്നും നാണം കെടുത്തിയെന്ന് ഭയങ്കര സങ്കടത്തിൽ പറഞ്ഞു. അപ്പം ഞാൻ ഇവളുടെ അടുത്ത് ചോദിച്ചു, എന്താ നാണം കെടുത്തിയത് നിന്നെ? പറയാം, ഇത്താത്ത ഉമ്മ പറയാ എല്ലാത്തിനും 98, 99 ഒക്കെ ഉണ്ട്. അപ്പോൾ കണക്കിന് മാത്രം അവൾക്ക് 97 ആയിപ്പോയി. മിസ്സേ, അവൾ ശരിക്കും ശ്രദ്ധിക്കായിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. എന്ത് പണിയാണ് നീ ചെയ്തതുകൊണ്ട് അവളെ വഴക്ക് പറഞ്ഞു. അപ്പോൾ അവൾ വിചാരിച്ച അവളെ നാണം കെടുത്തിയതാണ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ, നിന്നെ നാണം കെടുത്തിയതല്ല, അത് ആ എല്ലാ പാരൻസിൻ്റെ ഇടയിൽ ആളായതാണ് ഉമ്മ. അപ്പം അതുപോലെ എൻ്റെ ഒരു കുഞ്ഞു കാര്യമാണെങ്കിലും ഉമ്മക്ക് അത് വലിയ കാര്യമാണ്. അപ്പോൾ ടെൻഷൻ ഉണ്ട്. ഉമ്മയ്ക്ക് അങ്ങനെ ടെൻഷനൊന്നുമില്ല. ഉമ്മയ്ക്ക് ഞാൻ എന്നെ പറ്റി എല്ലാവരും നല്ലത് പറയണതും അല്ലെങ്കിൽ എന്നെ സ്ക്രീനിൽ കാണുന്ന ഒരു കുഞ്ഞു ഷോട്ടാണെങ്കിൽ പോലും ഉമ്മ അതിരുന്ന് കാണും. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് ഇന്നത്തെ ചിന്താവിഷയം എന്ന സിനിമയിലാണ്. ഒരൊറ്റ ഷോട്ടേ അഭിനയിച്ചിട്ടുള്ളൂ, സത്യൻ സാറിൻ്റെ. അപ്പോൾ ഫോട്ടോ അയച്ചത് ഉമ്മയാണ്. സത്യൻ സാറിൻ്റെ അഡ്രസ്സൊക്കെ ഇവിടെ നോക്കിയിട്ട് ഉമ്മ എൻ്റെ ഫോട്ടോ അയച്ചു. അപ്പോൾ സത്യൻ സാറ് വിളിച്ച സമയത്ത് എൻ്റെ എക്സാം ആയിരുന്നു, 10th എന്തോ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോക്ക് അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമല്ലേ വന്നോന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് എക്സാമാണ്, വരാനൊന്നും പറ്റൂലെന്ന്. അപ്പോൾ സാറിന് മനസ്സിലായിട്ടുണ്ടാവും എനിക്കിഷ്ടമാണ് അഭിനയിക്കാമെന്ന്. എന്നാൽ സാറിന് ഏതായാലും മോക്ക് അഭിനയിക്കാൻ ആഗ്രഹമില്ല, ഒരു ദിവസം വന്ന് അഭിനയിച്ച് പൊക്കുമെന്ന്. അങ്ങനെ ഞാനൊരു ദിവസം അഭിനയിക്കാൻ പോയി. മീര ജാസ്മിൻ, ലാലേട്ടൻ, മോഹിനി ഇവരെല്ലാവരും കൂടെ ഉള്ളൊരു കഫേയിൽ വെച്ചിട്ടുള്ളൊരു കോമ്പിനേഷൻ സീനാണ്. അപ്പോൾ അതിൽ
ഞങ്ങളെല്ലാവരും കൂടെ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഹാഫ് സ്കേർട്ടാണ്, യൂണിഫോമാണ് ഡ്രസ്സ്. അപ്പോൾ ഒരു പയ്യനെ ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ മീര ജാസ്മിൻ്റെ ഒരു ഇൻട്രോ സീനാണ്, അവരുടെ ക്യാരക്ടർ കാണിക്കുന്ന ഒരു സീനാണത്. അപ്പോൾ മീര ജാസ്മിൻ വന്നിട്ട് ഈ പയ്യനെ അടിച്ചിട്ട് പറയും നിങ്ങൾക്കൊക്കെ ക്ലാസ് ഇല്ലേ, ക്ലാസ് പൊക്കൂടെന്ന്. അപ്പം ഞാൻ പറയും ഞങ്ങളൊക്കെ ഫ്രണ്ട്സാണ്, ആ ഒറ്റ ഡയലോഗേ ഉള്ളൂ അതിൽ. അപ്പോൾ അതാണ് അഭിനയിച്ചത്. അപ്പോൾ ഞാൻ ആ ഒരു ഷോട്ട് പോലും ഇപ്പോഴും ടി വിയിൽ ഇന്നത്തെ ചിന്താവിഷയം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉമ്മ ഫസ്റ്റ് മുതൽ കാണും, എന്നെ കാണാൻ വേണ്ടി മാത്രം. അതാണ് ഉമ്മ.